നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാൻ ശ്രുതി കൂടി അമ്പലത്തിൽ പോകുമ്പോൾ ഇറങ്ങിയിരിക്കാന്ന്. അമ്പലത്തിൽ ഫുഡ് കഴിച്ചിട്ട് രാത്രിക്കുള്ള ഫുഡും പാർസലായിട്ട് വാങ്ങിട്ടാ. എന്താ ഇഷ്യൂ? അപ്പൊ ഗൈസ്, നമ്മൾ താഴെ ശരത്തേട്ടന്റെ അച്ഛൻ മരിച്ചു. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞോളൂ. ഇപ്പോഴാണ് അറിയണത്. ഇത്ര സമയം ഇന്നലെ മരിച്ചതാണ്. അപ്പൊ നമ്മളതുകൊണ്ട് അത് വഴി ഇറങ്ങിയില്ല. അമ്പലത്തിലൊക്കെ പോകാനുള്ളതായിട്ട് നാളെ ചേച്ചിക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് മേക്കപ്പ് ചെയ്യലും സാരി ഉടുക്കലൊക്കെയാണ്. അതുകൊണ്ട് പോയിട്ടില്ല. നമ്മളെ ബന്ധുവൊന്നുമല്ല കേട്ടോ. അപ്പൊ അയൽവാസിയാണ്. അപ്പൊ അതാണ് നമ്മള് എന്തായാലും അമ്പലത്തിലോട്ട് പോവുകയാണ്. പോയിട്ട് വരാം. അപ്പൊ ഇവിടെ നിന്നാണ് ചെടി വാങ്ങിച്ചത്. താഴെ അമ്പലത്തിൽ പോവാണ്. ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്ത് ആരെന്ന് അറിയാൻ പാടില്ല. പക്ഷേ സംഭവം ഇലയിലാണ്. സംഭവം അതിന് കളറായിട്ടുണ്ട്. ഇന്നലെയൊക്കെ പ്ലേറ്റിലായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. ഇന്നത്തെ സദ്യ കൊള്ള കൈസ്. ഇലയിൽ സദ്യ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട് ശരിക്കും പൊളിയായിട്ടുണ്ട്. ഷാർജ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഇലയിലാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പൊളി. ഓക്കെ, ഇലയിൽ ഇങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട് വിപുല സമ്പുഷ്ടമായത്. എല്ലാവരും ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പായി ഇന്ന്. പൊളി. പരിപ്പിൽ നെയ്യൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ലഡു പൊട്ടി. ലഡു, അടപ്പായസം വന്നു, കടലപ്പായസം വന്നു. ആദ്യം തട്ടത് പൊളി. ഇന്നത്തെ സദ്യ കൊള്ളാം എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ കമന്റ് ചെയ്ത്. എനിക്കറിയില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതൊന്നും. നമുക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു സദ്യ. അടുത്ത് പാൽപ്പായസം വന്നു. 3 കൂട്ടം പായസം. ഇനി അടുത്തത് മോര് വരും, രസം വരും, പുളിശ്ശേരി വരും. ഇന്ന് സാധാരണ ദിവസങ്ങൾ തിരക്ക് കൂടുന്ന ദിവസവും മാത്രമായിരുന്നു തിങ്കളാഴ്ച. മാത്രമല്ല ഇലയിലായിരുന്നു ഫുഡൊക്കെ കൊടുത്തത്. ഒരു വെറൈറ്റി സംഭവങ്ങൾ അടിപൊളിയായിരുന്നു. ഫുഡ് നല്ലതാണ് ചീത്താണെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുറെ ആൾക്കാരൊന്നുമില്ല. എനിക്ക് ഒരാളെ മാത്രം മെസ്സേജ് വന്നുള്ളൂ. എങ്കിലും അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. നല്ല അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരും പറഞ്ഞു. നമ്മൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞു. അപ്പച്ചന്മാരും അമ്മച്ചിമാരും നല്ല പ്രായമുള്ള അമ്മച്ചന്മാരും അപ്പച്ചന്മാരും എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. എവിടെ ഒരു അപ്പച്ചി ഇങ്ങോട്ട് വെച്ച് നിങ്ങളുടെ എറണാകുളത്തൊക്കെ ഇതുപോലെ സദ്യ കിട്ടുമോ എന്ന് ഇങ്ങോട്ട് വെച്ച്. അപ്പൊ അതൊക്കെ നല്ല സദ്യ പറഞ്ഞുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്. ഫുഡ് നല്ലത്, നമ്മൾ നല്ലത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ?